ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 പരീക്ഷയിൽ വിവിധ ജില്ലകളിലായി 1, 2, 3, 4, 5 റാങ്കുകൾ ഉൾപ്പെടെ 55 റാങ്കുകൾ നേടി കേരളത്തിലെ ഏറ്റവും കൂടുതൽ റാങ്കുകൾ കരസ്ഥമാക്കിയ ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റ് വീണ്ടും ചരിത്രം ആവർത്തിക്കുവാനായി ഈ വരുന്ന ജാനുവരി 10-ന് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 തസ്തികയിലേക്കുള്ള ഓൺലൈൻ കോച്ചിംഗ് ആരംഭിക്കുകയാണ്. ഓൺലൈൻ കോച്ചിങ്ങിന്റെ ഭാഗമായി വരുന്ന മാത്തമാറ്റിക്സിലെ ആദ്യത്തെ ക്ലാസ് ആണിത്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുൻപായി സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ്, കോമേഴ്സ്, എക്കണോമിക്സ് എന്നീ വിഷയങ്ങൾ പ്രധാന വിഷയമായി വരുന്ന PSC പരീക്ഷകളിൽ ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റ് നേടിയ നേട്ടങ്ങളെ കുറിച്ച് കുറച്ച് നിമിഷങ്ങൾ. സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഓൺലൈൻ കോച്ചിങ്ങിന്റെ ഭാഗമായ മാത്തമാറ്റിക്സിലെ ആദ്യത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ക്ലാസ് പോലെ തന്നെ പ്രധാനമായ ഒന്നാണ് മോക്ക് ടെസ്റ്റ്. മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ 2 ഗുണങ്ങളാണുള്ളത്. ഒന്ന്, ക്ലാസ്സിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിലൂടെ പ്രാക്ടീസ് ചെയ്യുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പ്രോബ്ലം സോൾവിംഗ് സ്കില്ല് വർദ്ധിപ്പിക്കുവാനും സാധിക്കും. നമുക്കറിയാം, ഈ ഒരു എക്സാം ജനറൽ PSC പരീക്ഷകൾ പോലെയല്ല. ഇത്തരം എക്സാമുകൾക്ക് PSC ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു രീതിയുണ്ട്. ആ ഒരു രീതിയിൽ തന്നെയാണ് മോക്ക് ടെസ്റ്റുകളിൽ ചോദ്യങ്ങൾ തയ്യാറാക്കുമ്പോഴും ഞങ്ങൾ ഫോളോ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മോക്ക് ടെസ്റ്റിൽ ഇടുന്ന പല ചോദ്യങ്ങളും എക്സാമിന് ചോദിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിനും റിസർച്ച് ഓഫീസറിനും റിസർച്ച് അസിസ്റ്റന്റിനും എല്ലാം തന്നെ ക്ലാസ്സിൽ പഠിപ്പിച്ച ഭാഗങ്ങളിൽ നിന്നും മോക്ക് ടെസ്റ്റുകളിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ജൂണിൽ നടന്ന റിസർച്ച് അസിസ്റ്റന്റ് പരീക്ഷയിൽ 64 ചോദ്യങ്ങളാണ് ലേൺ ഫാസ്റ്റിൽ പഠിപ്പിച്ച ഭാഗങ്ങളിൽ നിന്നും മോക്ക് ടെസ്റ്റിൽ നിന്നുമായിട്ട് വന്നത്. എക്സാമിന് വന്ന ചോദ്യങ്ങൾ അത് ഏതൊക്കെയാണെന്നും അത് ഏതൊക്കെ ക്ലാസ്സിലാണ് പഠിപ്പിച്ചതെന്നും ഏതൊക്കെ മോക്ക് ടെസ്റ്റിലെ ചോദ്യങ്ങളാണ് വന്നതെന്നും എല്ലാം തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടു നോക്കാം. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രാധാന്യം കൊടുത്ത് തന്നെ നിങ്ങൾ എല്ലാ ക്ലാസ്സുകളും മോക്ക് ടെസ്റ്റിലെ ചോദ്യങ്ങളും പഠിക്കുവാനായിട്ടും ചെയ്ത് പഠിക്കുവാനായിട്ട് ശ്രമിക്കുക. മാത്തമാറ്റിക്സിലെ ആദ്യത്തെ ക്ലാസ് ബേസ് ചെയ്തുകൊണ്ടുള്ള മോക്ക് ടെസ്റ്റ് ആപ്പിൽ ലഭ്യമാണ്. മോക്ക് ടെസ്റ്റ് എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാം കേട്ടോ. ലേൺ ഫാസ്റ്റ് ജോയിൻ ചെയ്തവർക്കും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും എല്ലാവർക്കും ഈ ഒരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഈ ഒരു ക്ലാസ് മാത്തമാറ്റിക്സിലെ ലീനിയർ ആൾജിബ്ര എന്ന മൊഡ്യൂളിലെ ആദ്യത്തെ ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന ടോപ്പിക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഓർഡർ ഓഫ് എ മെട്രിക്സ് എന്താണെന്ന് പഠിക്കും. അതുപോലെ പല ടൈപ്പ് മെട്രിക്സ് ഉണ്ട്. റോ മെട്രിക്സ്, കോളം മെട്രിക്സ്, സ്ക്വയർ മെട്രിക്സ്, ട്രയാങ്കുലർ മെട്രിക്സ്, ഡയഗണൽ മെട്രിക്സ്, സ്കെയിലാർ മെട്രിക്സ്, യൂണിറ്റ് മെട്രിക്സ്, സീറോ മെട്രിക്സ്, അതുപോലെ ഇക്വാലിറ്റി ഓഫ് മെട്രിസസ്, മെട്രിക്സ് അഡീഷൻ, മെട്രിക്സ് സബ്ട്രാക്ഷൻ, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ, അതുപോലെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. ഇത്രയും ടോപ്പിക്സ് ആണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇൻട്രൊഡക്ഷൻ ടു മെട്രിസസ്. എന്താണ് ഒരു മെട്രിക്സ് എന്ന് അറിഞ്ഞിരിക്കണം. മെട്രിക്സിന്റെ പ്ലൂറൽ ഫോം ആണ് മെട്രിസസ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഇതൊരു മെട്രിക്സ് ആണ്. എന്താണ് മെട്രിക്സ്? ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് നമ്പേഴ്സ്. കുറച്ച് നമ്പേഴ്സിന്റെ കളക്ഷൻ. അത് ഏത് രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കുക. ഒരു റെക്ടാങ്കുലർ ഫോമിൽ അല്ലെങ്കിൽ അറേ ലൈക്ക് ഫോമിലാണ് നമ്മളിത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഇതൊരു മെട്രിക്സ് ആണ്. ഈ ഒരു മെട്രിക്സിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? അത്തരം കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് ഈ ക്ലാസ്സിൽ വ്യക്തമായിട്ട് തന്നെ പഠിക്കാം. സോ ഒരു മെട്രിക്സ് നമ്മളുടെ കയ്യിലേക്ക് നൽകി കഴിഞ്ഞാൽ ആ മെട്രിക്സിന് ആദ്യമേ നമുക്ക് പറയാൻ പറ്റുന്ന ചില സവിശേഷതകളുണ്ട്. എന്തൊക്കെയാണത്? ഓർഡർ ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഓർഡർ ഓഫ് എ മെട്രിക്സ്. എന്താണ് ഓർഡർ എന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഈ ഹൊറിസോണ്ടൽ ആയിട്ട് കൊടുത്തിരിക്കുന്ന നമ്പേഴ്സ്. ഓക്കെ, ഞാനൊന്ന് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്യാം. 2, 5, 1, 4 ഇതൊരു റോ എന്ന് നമ്മൾക്ക് പറയുവാനായിട്ട് സാധിക്കുന്നു. ഇനി അടുത്തത് നെക്സ്റ്റ് ഒരു റോ, മറ്റൊരു കളർ യൂസ് ചെയ്യാം. 6, 3, -2, 0 ഇത് മറ്റൊരു റോയാണ്. സോ ടോട്ടൽ നമ്പർ ഓഫ് റോസ് എത്രയാണ്? ടോട്ടൽ നമ്പർ ഓഫ് റോസ് 2. ഇനി ഇതുപോലെ തന്നെ നമ്മൾക്ക്
കോളംസ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, സോ കോളംസ് എങ്ങനെയായിരിക്കും നോക്കുക. കോളംസ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആയിട്ടാണ്. സോ 2 6 ആദ്യത്തെ കോളം, 5 3 ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. 5 3 സെക്കൻഡ് കോളം, 1 -2 തേർഡ് കോളം, 4 0 ഫോർത്ത് കോളം. സോ ടോട്ടൽ എത്ര കോളംസ് ഇവിടെ ഉണ്ട്? ടോട്ടൽ എത്ര കോളംസ് ഇവിടെ ഉണ്ട്? 4 കോളംസ്. സോ ഡയമെൻഷൻ എത്രയാണ്? നമ്പർ ഓഫ് റോസ് ബൈ നമ്പർ ഓഫ് കോളംസ്. ഇപ്പൊ എത്രയാണ്? 2/4. ഓക്കെ, സോ നമ്മളുടെ എക്സാമിന്റെ ഓഫ് വ്യൂല് ഒരു മെട്രിക്സ് നൽകിയിട്ട് ആ മെട്രിക്സിന്റെ ഡയമെൻഷൻ എത്രയെന്ന് പറയൂ എന്ന് ചോദിക്കുകയോ? ഇല്ല. പക്ഷെ ഒരു മെട്രിക്സിന്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം മുതൽ തന്നെയായിരിക്കും നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. കാരണം ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും മെട്രിക്സ് തിയറി നല്ലതുപോലെ അറിഞ്ഞിരിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. ഓക്കെ, സോ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് പഠിച്ചു പോകാം. സോ സാധാരണ രീതിയിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു മെട്രിക്സ്. ഫോർ എക്സാമ്പിൾ നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാം എഴുതുകയാണെന്ന് കരുതുക. എപ്പോഴും നമ്മൾക്ക് ഈ മെട്രിക്സ് തന്നെ വീണ്ടും വീണ്ടും എടുത്ത് എഴുതാൻ പറ്റുമോ? ഇല്ല. അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ഈ മെട്രിക്സിനെ ചുരുക്കി ഒരു പേരിട്ട് വിളിക്കും. പ്രത്യേകം അങ്ങനെ ഒരു റൂൾ എന്തെങ്കിലും ഉണ്ടോ പേരിട്ട് വിളിക്കുന്നത്? പ്രത്യേകിച്ച് അങ്ങനെ റൂളൊന്നും ഇല്ല. സാധാരണ രീതിയിൽ ക്യാപിറ്റൽ ലെറ്റർ എ, ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ മെട്രിക്സിനെ റെപ്രസെന്റ് ചെയ്യാറ്. സോ ക്യാപിറ്റൽ ലെറ്റർ എ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപിറ്റൽ ബി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സി യൂസ് ചെയ്യാം, ഡി യൂസ് ചെയ്യാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ മെട്രിക്സിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ എ എന്ന് എഴുതുന്നതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യുന്നു? ആ ഡയമെൻഷൻ കൂടി കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ നോക്കുക. എ 3/4 എന്ന് എഴുതി കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സിനെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് ആ മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് 3 ആണ്. നോക്കുക, ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ. അവിടെ മെട്രിക്സിനുള്ള കോളംസിന്റെ നമ്പർ എത്രയാണ്? 4 ആണ്. 1 2 3 4. ഓക്കെ, സോ ഇങ്ങനെ നമ്മൾക്ക് പറയുവാനായിട്ട് സാധിക്കും ആ മെട്രിക്സിന്റെ, അല്ലെങ്കിൽ എ 3/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും ആ മെട്രിക്സ് എന്ന് പറയുന്നത് മെട്രിക്സ് വിത്ത് നമ്പർ ഓഫ് റോസ് 3 ആൻഡ് നമ്പർ ഓഫ് കോളംസ് 4. സോ ടോട്ടൽ എത്ര നമ്പേഴ്സ് അവിടെ ഉണ്ട്, അല്ലെങ്കിൽ എത്ര സ്പേസ് അവിടെ ഉണ്ട്? 1 2 3 4 അല്ലെ, 5 6 7 8 9 10 11 12 അഥവാ 3 × 4 12 എലമെന്റ്സ് ആണ് ഈ മെട്രിക്സിൽ ഉള്ളത്. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റി? ജസ്റ്റ് നമ്പർ ഓഫ് റോസ് ഇൻറ്റു നമ്പർ ഓഫ് കോളംസ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് അവിടെ ഇത്രയാണെന്ന് പറയുവാനായിട്ട് നമ്മൾക്ക് സാധിക്കും. ഓക്കെ, ഇനി ഞാൻ ഒരുപാട് നോട്ട്സ് പോലെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളത് വായിക്കണമെന്നില്ല. ഞാനിത് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പിന്നീട് വായിക്കണമെന്നില്ല. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി. റെപ്രസെന്റേഷൻ ഓഫ് എ മെട്രിക്സ്, നേരത്തെ നൽകിയിട്ടുള്ള ആ ഒരു സെയിം മെട്രിക്സ് തന്നെ എടുത്തിരിക്കുകയാണ്. ഇനി റെപ്രസെന്റേഷൻ എങ്ങനെയാണെന്ന് പഠിക്കാം. വളരെ സിമ്പിൾ ആണ്. താഴെ നമുക്ക് മുകളിലേക്കല്ല, നമ്മൾ ആദ്യം കൺസിഡർ ചെയ്ത മെട്രിക്സ് എടുക്കുന്നു. 2 5 7 8 എന്നതാണ് ഫസ്റ്റ് റോ അല്ലെ. 2 എന്ന് പറയുന്നത് ആദ്യത്തെ റോയില്, നോക്കുക ഞാൻ ഒന്ന് മാർക്ക് ചെയ്യാം. 2 എന്ന് പറയുന്നത് ആദ്യത്തെ റോയില് ആദ്യത്തെ കോളത്തിൽ വരുന്ന എലമെന്റ് ആണല്ലേ. ഫസ്റ്റ് റോ, ഫസ്റ്റ് കോളം. നോക്കുക, A11 എന്ന് പറഞ്ഞിട്ട് ആ ഒരു 2നെ നമ്മൾക്ക് ജനറലി വിളിക്കാം A11, സ്മോൾ ലെറ്റർ A11. ഓക്കെ, സ്മോൾ ലെറ്റർ A11 എന്താണ്? ഈ മെട്രിക്സിന്റെ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന ഈ മെട്രിക്സിന്റെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ് ആണ്. ഓക്കെ, സോ നമ്മൾ എടുത്തിരിക്കുന്ന മെട്രിക്സിൽ അത് 2 ആണ്. അതുപോലെ A12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെന്റ് ആണ്, അത് 5 ആണ്. അത്തരത്തിൽ ഇൻ ജനറൽ നമുക്ക് AIJ എന്ന് നമ്മൾക്ക് ഈ ഒരു മെട്രിക്സിനെ വളരെ ഷോർട്ട് ആയിട്ട് വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, AIJ എന്ന് റെപ്രസെന്റ് ചെയ്യാം. എന്തിനാണ് അത് കൊടുത്തത് എന്നുള്ളത് നമുക്ക് അടുത്ത സ്ലൈഡുകളിൽ മനസ്സിലാകുന്നതാണ്. ഓക്കെ, ടൈപ്സ് ഓഫ് മെട്രിക്സ്. വിവിധ തരത്തിലുള്ള മെട്രിക്സസ് ഉണ്ട് അല്ലെ. റോ മെട്രിക്സ് ഉണ്ട്, കോളം മെട്രിക്സ് ഉണ്ട്, സ്ക്വയർ മെട്രിക്സ് ഉണ്ട്. സ്ക്വയർ മെട്രിക്സ് തന്നെ വിവിധ തരത്തിൽ പറയാൻ സാധിക്കും. ട്രയാങ്കിൾ മെട്രിക്സ്, ഡയഗണൽ മെട്രിക്സ്. ട്രയാങ്കിൾ മെട്രിക്സ് തന്നെ അപ്പർ ട്രയാങ്കിൾ ഉണ്ട്, ലോവർ ട്രയാങ്കിൾ ഉണ്ട്. ഡയഗണൽ മെട്രിക്സ് തന്നെ സ്കെയിലർ മെട്രിക്സ് നമുക്ക് ഡിഫൈൻ ചെയ്യാം അല്ലെ. സ്കെയിലർ മെട്രിക്സ് പറയാൻ സാധിക്കും, യൂണിറ്റ് മെട്രിക്സ് പറയാൻ സാധിക്കും അല്ലെ. ഇനി സീറോ മെട്രിക്സ് ഉണ്ട്. ഇതൊന്നും കൂടാതെ വീണ്ടും ചില മെട്രിക്സുകൾ കടന്നു വരുന്നുണ്ട്. അത് വരുന്ന ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഈ ടൈപ്സ് ഓഫ് മെട്രിക്സസ്. പലതരത്തിലുള്ള മെട്രിക്സസ് പഠിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല. ഓക്കെ, സോ എന്താണ് റോ മെട്രിക്സ്? ആ പേരിൽ തന്നെ ഉണ്ടല്ലേ റോ മെട്രിക്സ്. മറ്റേ നോക്കുക, കോളം മെട്രിക്സ്. റോ മെട്രിക്സ് നോക്കിയ എക്സാമ്പിൾ നോക്കിയാൽ മതി, നിങ്ങൾ അധികം വായിച്ചു നോക്കേണ്ടതില്ല. എക്സാമ്പിൾ നോക്കുക, 2 5 7
ഒരു റോയിലേക്ക് കാണുന്നത് അല്ലേ? ഒരു റോയിലേക്ക് കാണുന്നത്. സോ ഒറ്റ റോ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അത് റോ മെട്രിക്സ്. ഇവിടെ നോക്കുക 2 1 4 ഇതൊരു കോളമിലേക്ക് കാണുന്നത്. സോ ഇതിനെ നമുക്ക് വിളിക്കാൻ സാധിക്കുന്നു കോളം മെട്രിക്സ്. അതായത് ഒറ്റ റോ മാത്രമായിട്ട് അല്ലെങ്കിൽ ഒരു കോളം മാത്രമായിട്ട് ഇവയാണ് നമുക്ക് റോ മെട്രിക്സ് എന്നും ഇതിനെ നമുക്ക് കോളം മെട്രിക്സ് എന്നും വിളിക്കുവാനായിട്ട് സാധിക്കുക. നോക്കിക്കേ, സോ A1/3 is equal to എന്താണ് 257 എന്ന മെട്രിക്സ്. ഇവിടെ തന്നെ പറയുന്നുണ്ടല്ലേ നമ്പർ ഓഫ് റോസ് 1, കോളംസ് എത്ര വേണമെങ്കിലും ആവാം അല്ലേ? കോളംസ് എത്ര വേണമെങ്കിലും ആവാം. കോളംസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഇവിടെ കോളംസ് കാണാൻ സാധിക്കുന്നുണ്ടോ? ഞാനൊന്ന് മാർക്ക് ചെയ്യാം. ഇത് ആദ്യത്തെ കോളം, സോറി മറ്റൊരു മാർക്ക് വെച്ച് മാർക്ക് ചെയ്യാം. ഫസ്റ്റ് കോളം നോക്കുക, ഇതൊരു കോളമാണ്. ഇവിടെ 2 മാത്രമേ ഉള്ളൂ. ഈ കോളത്തിൽ ആകെ 2 മാത്രമേ ഉള്ളൂ. അടുത്ത കോളം നോക്കുക, ഇവിടെ 5 മാത്രമേ ഉള്ളൂ. തേർഡ് കോളം ഇവിടെ 7 മാത്രമേ ഉള്ളൂ. റോ ആണെങ്കിലോ എത്ര റോ ഉണ്ട് നോക്കുക, 2 5 7. സോ 1 റോ ആൻഡ് 3 കോളംസ്. സോ ഇതൊരു റോ മെട്രിക്സ് ആണ്. സിമിലർലി നമ്മൾക്ക് കോളം മെട്രിക്സിനെയും ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടുത്തെ റോസ് നോക്കുക, ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ. കോളമോ ഒരൊറ്റ കോളം അല്ലേ, 2 1 4 എന്ന കോളം. ഓക്കെ, സോ ദിസ് ഇസ് എ കോളം മെട്രിക്സ്. ഇനി എന്താണ് ഒരു സ്ക്വയർ മെട്രിക്സ്? നമ്പർ ഓഫ് റോസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ്. വളരെ സിമ്പിൾ ആണ്. നോക്കുക 2 5 7 അല്ലെ, 2 5 7 ഫസ്റ്റ് റോ, 1 2 3 സെക്കൻഡ് റോ, 4 5 6 തേർഡ് റോ. ഇനി എത്ര കോളംസ് ഉണ്ട്? 1 2 3 അല്ലെ. നമ്പർ ഓഫ് റോസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ്. ഇതാണ് ഒരു സ്ക്വയർ മെട്രിക്സ്. സ്ക്വയർ മെട്രിക്സ് തന്നെ വിവിധ തരത്തിലുണ്ട്. അതിൽ തന്നെ ആദ്യത്തേത് ട്രയാങ്കുലർ മെട്രിക്സ്. ട്രയാങ്കുലർ മെട്രിക്സ് തന്നെ 2 തരത്തിലുണ്ട്. ഒന്ന് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്, ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്. എന്താണ് ഡെഫിനിഷൻ നോക്കാം. നോക്കുക, ഇവിടെ പലതരത്തിലുള്ള ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് ശ്രദ്ധിക്കണമെന്നില്ല, ഞാനിവിടെ പറയുന്ന കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതിയാകും. ഓക്കെ, നോക്കുക, ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ടത് ഡയഗണൽ എന്താണെന്ന് മനസ്സിലാക്കുക. ഡയഗണൽ എന്താണ്? ഈ നടുക്കുള്ളതാ അല്ലെ. ഒരു സ്ക്വയർ മെട്രിക്സിനാണ് ഡയഗണൽ ഉണ്ടാവുക. ഇതാണ് ഡയഗണൽ. ഓക്കെ, ഡയഗണൽ മെട്രിക്സിന്റെ ഡയഗണൽ. ഇവിടെ എക്സ് എന്ന് കൊടുത്തിരിക്കുന്നത് എന്താണ്? ചുമ്മാ കൊടുത്തിരിക്കുന്നതാണ്. അവിടെ എന്ത് വാല്യൂസും വരാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാം സെയിം വാല്യൂ വരണമെന്നല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇവിടെ ചിലപ്പോൾ 2 ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ ഞാനൊന്ന് എഴുതിയേക്കാം. ഇവിടെ ചിലപ്പോൾ 2 ആയിരിക്കാം, ഇവിടെ ചിലപ്പോൾ 3 ആയിരിക്കാം, ഇവിടെ ചിലപ്പോൾ 0 ആയിരിക്കാം അല്ലെ, ഇവിടെ 1 ആയിരിക്കാം. അങ്ങനെ ഏത് വാല്യൂവും വരാം. എക്സിന്റെ സ്ഥാനത്ത് ഏത് വാല്യൂവും വരാം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ആകെ ഒരു നിർബന്ധം എന്താണ് പറയുന്നത്? ഈ ഡയഗണൽ വാല്യൂസിന് താഴെയുള്ള ഈ ചെറിയൊരു ട്രയാങ്കിൾ കണ്ടോ, അവിടെ എല്ലാം തന്നെ കംപ്ലീറ്റ് 0 ആയിരിക്കണം. അതിന്റെ മുകളിലുള്ള ഈ വലിയ ട്രയാങ്കിൾ കണ്ടോ, അവിടെ എന്ത് വാല്യൂസ് വേണമെങ്കിലും വരാം. ഈ വലിയ ട്രയാങ്കിളില് ഏത് വാല്യൂ വേണമെങ്കിലും വരാം, ഒരു പ്രശ്നമില്ല. ഓക്കെ, പലപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഒന്നാണ്. എല്ലാ വാല്യൂസും 0 ആയി കഴിഞ്ഞാൽ ഈസ് ഇറ്റ് എൻ അപ്പർ ട്രയാങ്കിൾ മെട്രിക്സ്? എല്ലാ വാല്യൂസും 0 ആയി കഴിഞ്ഞാൽ, അതായത് മുകളിൽ താഴെ കംപ്ലീറ്റ് 0, അപ്പോൾ അതൊരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണോ? അതിനെ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് വിളിക്കാൻ വേണമെങ്കിൽ 0 മെട്രിക്സ് എന്ന് വിളിക്കുന്ന കുറച്ചും കൂടി എളുപ്പം. ഇറ്റ് ഇസ് എൻ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്. അതും ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് തന്നെയാണ്. കാരണം അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ഡയഗണൽ വാല്യൂസിന് താഴെയുള്ളതെല്ലാം കംപ്ലീറ്റ്ലി 0 ആയിരിക്കും. അത്രേ പറയുന്നുള്ളൂ. ഓക്കെ, സിമിലർലി ലോവർ ട്രയാങ്കുലർ മെട്രിക്സിന്റെ ഡെഫിനിഷൻ നോക്കുക. ലോവർ ട്രയാങ്കുലർ മെട്രിക്സിന്റെ ഡെഫിനിഷൻ എന്താണ്? ഇവിടെ നമ്മൾക്ക് ആ ഡയഗണൽ ഒന്നുകൂടി ഒന്ന് മാർക്ക് ചെയ്യാം അല്ലെ. ഡയഗണലിൽ എന്ത് വാല്യൂസും വരാൻ കുഴപ്പമില്ല. ഡയഗണലിന് താഴെയുള്ള വാല്യൂസും എന്തും വരാം ഇവിടെ. പക്ഷെ ഡയഗണലിന് മുകളിലുള്ള ആ ഒരു ചെറിയ ട്രയാങ്കിൾ, അവിടെ എന്തേ വരാൻ പാടുള്ളൂ? അവിടെ 0 മാത്രമേ വരാൻ പാടുള്ളൂ. സോ എന്തുകൊണ്ടാണ് ആദ്യത്തെ മെട്രിക്സിനെ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയാൻ കാരണം ഈ ഒരു വലിയ ട്രയാങ്കിൾ കണ്ടോ, ഇവിടെ വാല്യൂസ് ഇവിടെ 0ക്ക് പകരമായിട്ട് ഒരുപക്ഷെ 1ഉം 2ഉം 3ഉം അങ്ങനെ പല നമ്പേഴ്സും വന്നേക്കാം. ഓക്കെ, അതിനാണ് നമ്മളോട് വാല്യൂ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത്. കാരണം ഈ അപ്പർ ട്രയാങ്കിളിന് താഴെയുള്ള ബാക്കി വാല്യൂസ് എല്ലാം കംപ്ലീറ്റ്ലി 0 ആയിരിക്കും. അതുപോലെ ലോവർ ട്രയാങ്കിൾ ആണെങ്കിലോ ഈ ഡയഗണലിലെ മുകളിലുള്ള എല്ലാം 0 കംപ്ലീറ്റ്ലി. ആ ഒരു വലിയ ട്രയാങ്കിളിലുള്ള വാല്യൂസ് എല്ലാം തന്നെ എന്തായിരിക്കും? 0 ആവുമോ? അല്ലെങ്കിൽ 0 അല്ല എന്ന് പറയാൻ പറ്റുമോ? 0 ആകാം, 0 ആകാതെ ഇരിക്കാം. ഓക്കെ, അതാണ് നമ്മൾ ആ ഒരു AIJ വെച്ചിട്ട് ചെറിയ രീതിയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പർ ട്രയാങ്കിൾ എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? AIJ is equal to 0 for all I greater than j. I greater than j എന്ന് ഉദ്ദേശിക്കുന്നത് ഈ വാല്യൂസ് ആണ്. നോക്കുക, ഒന്ന് മാർക്ക് ചെയ്യാം. ഈ 0 ഇവിടെ കൊടുത്തിരിക്കുന്ന 0 എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ്
റോ ഫസ്റ്റ് കോളം 2/1. ഇവിടെ 2 എന്നുള്ളത് I ആണ് അല്ലെ, 2 greater than 1, so it is 0. ഓക്കെ, അടുത്ത് നോക്കുക A31 അല്ലെ, തേർഡ് റോ ഫസ്റ്റ് കോളം, അതാണ് ഈ ഒരു 0. ഞാൻ ഒന്നുകൂടി വേണമെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്യാം. നോക്കുക, ഇതാണ് A31, തേർഡ് റോ അല്ലെ, തേർഡ് റോ ഫസ്റ്റ് കോളം. സോ 3 greater than 1 അഥവാ I greater than J. അത് 0 ആണല്ലോ അല്ലെ. സോ ഇങ്ങനെയാണ് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിന്റെ ഡെഫിനിഷൻ. സിമിലർലി ലോവർ ട്രയാങ്കുലർ മെട്രിക്സിന്റെ ഡെഫിനിഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇനി ഡയഗണൽ മെട്രിക്സ് എന്താണ്? ഡയഗണൽ എലമെന്റ്സ് ഒഴികെയുള്ള ബാക്കിയെല്ലാം 0 ആയിരിക്കണം. ഇതാണ് നിർബന്ധമായിട്ട് പറയുന്നത്. അതിനർത്ഥം ഈ ഡയഗണൽ വാല്യൂസ് D1 D2 അല്ലെങ്കിൽ A11 എന്ന് പറയുന്നതിന് പകരമായിട്ട് D1 എന്ന് കൊടുത്തിരിക്കുന്നു. ഡയഗണൽ ആണല്ലോ, അപ്പോൾ അവിടെ ഒരു D കടന്നു വരികയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമല്ലേ. ഓക്കെ, അതുകൊണ്ട് മാത്രം. സോ ഈ A11 A22 A33 പകരമായിട്ട് D1 D2 D3 ഈ വാല്യൂസ് ഒഴികെയുള്ള ബാക്കി മുകളിലും താഴെയുള്ള വാല്യൂസ് കംപ്ലീറ്റ്ലി 0 ആണ്. അതാണ് ഡയഗണൽ മെട്രിക്സിന്റെ ഡെഫിനിഷൻ. ഇനി ഈ D1 D2 D3 അഥവാ A11 A22 A33 0 ആയാലോ, അപ്പോഴും അതൊരു ഡയഗണൽ മെട്രിക്സ് ആണ്. ഓക്കെ, ഡെഫിനിഷൻ എത്ര പറയുന്നുള്ളൂ, ബാക്കിയുള്ള വാല്യൂസ് 0 ആണ്. ഈ D1 D2 D3 എന്ത് വേണമെങ്കിലും ആകാം, 0യും ആകാം. ഓക്കെ, ഇനി ഈ D1 D2 D3 എന്ന് പറയുന്നത് സെയിം വാല്യൂ ആണെങ്കിലോ, ഇസ് ഈക്വൽ ടു A ആണെങ്കിലോ, അതായത് A ഡയഗണൽ വാല്യൂസ് എല്ലാം തന്നെ A, ബാക്കി വാല്യൂസ് 0. ഇത് നമ്മൾക്ക് സ്കെയിലാർ മെട്രിക്സ് എന്ന് വിളിക്കാം. സ്കെയിലാർ മെട്രിക്സ് എന്ന് വിളിക്കുവാനായിട്ട് സാധിക്കും. ഇനി യൂണിറ്റ് മെട്രിക്സ് നോക്കുക. ഈ D1 D2 D3 വാല്യൂസ് 1 ആണെങ്കിലോ, അതല്ലെങ്കിൽ സ്കെയിലാർ മെട്രിക്സിന്റെ സ്പെഷ്യൽ കേസായിട്ട് പറയാൻ പോണെങ്കിൽ A എന്നുള്ളത് 1 ആണെങ്കിലോ, A എന്നുള്ളത് 1 ആണെങ്കിൽ ഇറ്റ് ഈസ് എ യൂണിറ്റ് മെട്രിക്സ്. ഇറ്റ് ഈസ് എ യൂണിറ്റ് മെട്രിക്സ്. ഓക്കെ, സീറോ മെട്രിക്സ് എന്താണ്? ഒരു സീറോ മെട്രിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ വാല്യൂസും 0 ആയിരിക്കും. അത് സ്ക്വയർ മെട്രിക്സ് ആണോ നിർബന്ധമുണ്ടോ? ഇല്ല. സീറോ മെട്രിക്സ് സ്ക്വയർ മെട്രിക്സ് ആണോന്നില്ല, അല്ലാതെ തന്നെ നമുക്ക് പറയാൻ സാധിക്കും. M റോസ് N കോളംസ് M നോട്ട് ഈക്വൽ ടു N ആകുന്ന കേസിലും നമുക്ക് എല്ലാ എലമെന്റ്സും 0 ആണെങ്കിൽ ആ മെട്രിക്സിനെ സീറോ മെട്രിക്സ് എന്ന് വിളിക്കുവാനായിട്ട് സാധിക്കും. ഓക്കെ, ഇക്വാലിറ്റി ഓഫ് മെട്രിസസ്. രണ്ട് മെട്രിസസ് ഈക്വൽ ആണെപ്പോഴാണ് റൈറ്റ് സൈഡിൽ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഈക്വൽ മെട്രിസസ് ആണ് അല്ലെ, കണ്ടാൽ തന്നെ മനസ്സിലാവും അല്ലെ. ലെഫ്റ്റ് സൈഡിലുള്ള മെട്രിക്സും റൈറ്റ് സൈഡിലുള്ള മെട്രിക്സും ഒന്ന് തന്നെയാണ്, ഒരു സംശയമില്ല അല്ലെ, ഒന്ന് തന്നെയാണ്. നോക്കുക, 2 is equal to 2, 1 is equal to 1. ഇങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ് ഏതാണ്? 2 ആണ്. ലെഫ്റ്റ് സൈഡിൽ 2 ആണ്. റൈറ്റ് സൈഡിലും ഫസ്റ്റ് റോ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ് എന്താണ്? 2 ആണ്. രണ്ടും സെയിം അല്ലേ. നെക്സ്റ്റ് ഫസ്റ്റ് റോ സെക്കൻഡ് കോളത്തിലെ എലമെന്റ് 1 ആണ്. റൈറ്റ് സൈഡിലുള്ളതും ഫസ്റ്റ് റോ സെക്കൻഡ് കോളത്തിലെ എലമെന്റ് 1 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്. ഓരോന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഈ രണ്ട് മെട്രിസസും ഈക്വൽ മെട്രിസസ് ആണ്. അല്ലാത്ത പക്ഷെ അത് ഈക്വൽ മെട്രിസസ് അല്ല. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നോക്കുക, ഇവിടെ ഈ ഒരു എലമെന്റ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൈറ്റ് സൈഡിലെ മെട്രിസസിന്റെ എലമെന്റ് എന്താണ്? 2 ആണ്. 0 2, 0 നോട്ട് ഈക്വൽ ടു 2, അതുകൊണ്ട് ഇത് നോട്ട് ഈക്വൽ. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുകയാണ്. വളരെ സിമ്പിൾ ആയ എക്സാമ്പിൾ ആണ്. ഇത്രയും സിമ്പിൾ ആയ എക്സാമ്പിൾ ഒന്നും BS ചോദിക്കില്ല. ഇവിടെ -4ന് പകരമായിട്ട് ഒരു വാല്യൂ ഞാൻ കൊടുക്കുകയാണ്. ലെറ്റ് ഇറ്റ് ബി K. ഓക്കെ, മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു എക്സാമ്പിൾ ആണ്. എന്നിട്ട് പറയുകയാണ് ഈ മെട്രിക്സും എന്താണ്? ഈക്വൽ ആണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് K. ഇങ്ങനെ കണ്ടുപിടിക്കാം. 2 is equal to 2, 1 equal to 1, 3 equal to 3, -4 is equal to K. അതിനർത്ഥം K യുടെ വാല്യൂ എന്താണ്? -4. ഓക്കെ, ഒരുപക്ഷെ ഇതൊരു കോട്ടാക്ട് ഇക്വേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ 2-3 ഇക്വേഷൻ സോൾവ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ആൻസറിലേക്ക് എത്തുവാൻ സാധിക്കുക. ഓക്കെ, ചിലപ്പോൾ Kയുടെ പോലെ തന്നെ മറ്റേതെങ്കിലും L ഓ M ഓ അങ്ങനെ ഒരുപാട് വാല്യൂസ് ഒക്കെ ഉണ്ടാകും. ആ വാല്യൂസ് എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അതിന് ഇക്വാലിറ്റി ഓഫ് മെട്രിസസ് എന്ന ടോപ്പിക്കിലെ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ നോക്കിക്കേ. ഈ രണ്ട് മെട്രിക്സും ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട് അല്ലെ. എവിടെ പറയുന്നത് ഈക്വൽ ആണെന്ന്? ഈക്വൽ ടു സിമ്പിൾ ഇട്ടിരിക്കുന്നതിന്റെ കാരണം എന്താണ്? രണ്ട് ഈക്വൽ ആയതുകൊണ്ടാണ്. ഓക്കെ, സോ 5 is equal to 5, 3 is equal to 3, y is equal to 33, -5 is equal to -5, -2 is equal to -2, 13 is equal to 13. എന്ത് പറയാൻ സാധിക്കുന്നു? y is equal to 3. ആൻസർ കിട്ടി. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഇങ്ങനെ ചോദിക്കില്ല, മനസ്സിലാവുന്നതിന് വേണ്ടി മാത്രം പറയുന്നതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ABC1 9 8 2 1. ഇതിനർത്ഥം എന്താണ്? എയുടെ വാല്യൂ എന്താണ്? 9, ബിയുടെ വാല്യൂ എന്താണ്? 8, സിയുടെ വാല്യൂ എന്താണ്? 2. ഓക്കെ,
ക്ലിയർ ആയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രോബ്ലം നോക്കുക. ഇതുപോലെയുള്ള പ്രോബ്ലംസ് ഒക്കെ ആയിരിക്കും ചോദിക്കുക. ഓക്കെ, ഇതിനേക്കാൾ കുറച്ചും കൂടി എന്താ പറയാ, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒക്കെ സോൾവ് ചെയ്ത് കിട്ടുന്ന തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ ആയിരിക്കും ചോദിക്കുക. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ എങ്ങനെയാണെന്ന് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. അറിയില്ലെങ്കിൽ ചോദിക്കുക. ഇവിടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരുന്നില്ല, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. എന്താ ചെയ്യേണ്ടത്? രണ്ട് മെട്രിക്സസ് ഈക്വൽ ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഈക്വൽ ടു സൈൻ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനർത്ഥം എന്താണ്? കറസ്പോണ്ടിങ് ആയിട്ട് ലെഫ്റ്റ് സൈഡിലെ റൈറ്റ് സൈഡിലെ ആ എലമെന്റ്സ് ഈക്വൽ ആയിരിക്കും. അത്രേ പറയുന്നുള്ളൂ. സോ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾക്ക് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ് ലെഫ്റ്റ് സൈഡിൽ എടുക്കാം, റൈറ്റ് സൈഡിൽ അതുപോലെ തന്നെ എടുക്കുക. എക്സ് പ്ലസ് 3 ഈക്വൽ ടു 0. അതിനർത്ഥം എന്താണ്? എക്സ് ഈക്വൽ ടു -3. എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. അതുപോലെ എ ബി സി വൈ ഇസഡ് എല്ലാ വാല്യൂസും നമ്മൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ അത് ശ്രമിച്ച് നോക്കണമെന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, നേരത്തെ കാണിച്ച എക്സാമ്പിൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ശ്രമിച്ച് നോക്കണമെന്നില്ല. ഓക്കെ, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒക്കെ വരുമ്പോഴാണ് നമ്മൾ അതൊന്ന് ശ്രമിച്ച് നോക്കേണ്ടത്. ഇത് വളരെ സിമ്പിൾ ആയിട്ടൊരു പ്രോബ്ലമാണ്. മെട്രിക്സ് അഡിഷൻ വളരെ സിമ്പിൾ ആണ്. മെട്രിക്സ് അഡിഷൻ സിമ്പിൾ ആണ്. മെട്രിക്സ് സബ്ട്രാക്ഷൻ സിമ്പിൾ ആണ്. എവിടെ പ്രശ്നം വരുന്നത്? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. ഡിറ്റർമിനന്റ് കാണുക. 2/2 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാണാൻ പറ്റും. 3/3 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാണുക. അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാം പലർക്കും. വളരെ എളുപ്പമുള്ള വിഷയമായിട്ട് കൈകാര്യം ചെയ്യുന്നവരുണ്ട്. ഓക്കെ, ചിലർക്ക് വളരെ എളുപ്പമായിരിക്കും മെട്രിക്സ്, കാര്യമായിട്ടൊന്നും പഠിക്കേണ്ടതില്ല എന്നൊരു തോന്നലുണ്ടാവും. പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റും. എന്നാൽ ചിലർക്ക് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. ആ ബേസിക് ഒന്ന് ഉറപ്പിച്ചാൽ മതി. ആ ബേസിക് ആയിട്ടുള്ള ആ ഒരു അറിവൊന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ വളരെ സിമ്പിൾ ആണ്, അല്ലെങ്കിൽ വളരെ ലളിതമാണ് മെട്രിക്സ് തിയറി എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലാക്കുക, ഇവിടെ 3 മെട്രിക്സ് കൊടുത്തിട്ടുണ്ടല്ലേ. 2 3 എത്ര കിട്ടുക? 5 കിട്ടുക അല്ലെ. 2 3 5, 2 1 3. ഇത്രയേ ഉള്ളൂ മെട്രിക്സ് അഡിഷൻ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. 2 മെട്രിക്സ് എഴുതുക. എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോയും രണ്ടാമത്തെ മെട്രിക്സിന്റെ നമ്മൾ എന്തുമായിട്ടാണ് ആഡ് ചെയ്യുന്നത് ആ മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോയും ഈക്വൽ ആയിരിക്കണം. ഇതിന്റെ റിസൾട്ട് ആയിട്ട് കിട്ടുന്ന ആ ഒരു മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോയും ഈക്വൽ ആയിരിക്കണം. ഇത് തന്നെയാണ് കോളത്തിന്റെ കേസിൽ. ആദ്യത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസ് അത് തന്നെയായിരിക്കണം. രണ്ടാമത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസ് അത് തന്നെയായിരിക്കണം റിസൾട്ട് ആയിട്ട് കിട്ടുന്ന മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസ്. അല്ലാതെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഓക്കെ, സോ നോക്കുക, 2 മെട്രിക്സ് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ എന്താ ചെയ്യുക? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം 2 ആണല്ലേ. അടുത്ത മെട്രിക്സിന്റെ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം 1 ആണ്. 1 + 1 = 3 കിട്ടുന്നു. അതാണ് റിസൾട്ട് ആയിട്ട് കിട്ടുന്ന മെട്രിക്സിന്റെ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ്. കറസ്പോണ്ടിങ് ആയിട്ട് ബാക്കി വാല്യൂസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റിസൾട്ട് കിട്ടും. വളരെ സിമ്പിൾ ആണ്. ഇനി സബ്ട്രാക്ഷൻ എങ്ങനെയാണ്? ആദ്യത്തെ മെട്രിക്സ് മൈനസ് രണ്ടാമത്തെ മെട്രിക്സ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എലമെന്റ് എത്രയാണ്? 2. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം സെക്കൻഡ് മെട്രിക്സിന്റെ എലമെന്റ് എത്രയാണ്? 1. 2 - 1 1. റിസൾട്ട് കിട്ടുമ്പോൾ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എന്നുള്ളത് 1 ആയിരിക്കും. അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. നോക്കുക, നേരത്തെ പറഞ്ഞു തന്നെയാണ്. ഫസ്റ്റ് റോയിൽ നിന്ന് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ് 2ൽ നിന്ന് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ് 1 കുറയ്ക്കുന്നു. അപ്പോൾ റിസൾട്ട് ആയിട്ട് കിട്ടുന്ന മെട്രിക്സിന്റെ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ് എന്തായിരിക്കും? 2 - 1 1. ഇത്രയുള്ളതായിട്ട് ബാക്കി വാല്യൂസ് നമുക്ക് ഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കേണ്ടതുണ്ടോ? വലിയ ബുദ്ധിമുട്ട് തോന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾക്ക് സംശയമുണ്ട്, നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യുക. എയും ബിയും നൽകിയിട്ടുണ്ട്. A + B കാണുക, A - B കാണുക. അടുത്ത സ്ലൈഡിൽ ആൻസർ ഉണ്ട്. ഓക്കെ, ഞാനത് സ്കിപ്പ് ചെയ്യുകയാണ്. ആൻസറിലേക്ക് നേരെ ഡയറക്റ്റ് പോവുകയാണ്. ചെയ്തു നോക്കിയായിരുന്നു ആരെങ്കിലും? അറിയാവുന്നുണ്ടെങ്കിൽ ചെയ്തു നോക്കി സമയം കളയേണ്ടതില്ല. ഇത് നല്ലതുപോലെ അറിയാവുന്ന ഒരുപാട് പേരുണ്ട്, അറിയാത്ത കുറച്ച് പേരെങ്കിലും കാണും. ഓക്കെ, നോക്കുക, A + B എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ് 1, ബിയിലെ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ് -1 ആഡ് ചെയ്യുന്നു. 1 + -1 അഥവാ 1 - 1 0. സിമിലർലി നമുക്ക് എന്ത് ചെയ്യാം? 1 A - B ആണെങ്കിൽ 1 - -1 അഥവാ 1 + 1 2. ഓക്കെ, ഇത്തരത്തിലുള്ള ബാക്കി ആൻസറിലേക്ക് എത്തുവാനായിട്ട് സാധിക്കും. വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിടാം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നത് നല്ലതായിരിക്കും മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട്. ഒരുപക്ഷെ ബുദ്ധിമുട്ട് തോന്നിയേക്കാം. ഓക്കെ, ഇത് ഇപ്പോഴേ പഠിച്ചു വെക്കുന്നതായിരിക്കും നല്ലത്. ഇനി കുറച്ച് നോട്ട്സ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ചില കാര്യങ്ങളൊക്കെ ഇവിടെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. പെട്ടെന്ന് വായിക്കുന്ന സമയത്ത് നമ്മൾക്കത് മനസ്സിലാവില്ല. എക്സാമിന് ചോദിക്കുന്ന തരത്തിലുള്ള ചോദ്യം ഞാൻ പറയാം. വളരെ സിമ്പിൾ ചോദ്യമാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കേട്ടോ, അഡിഷൻ ഓഫ് മെട്രിക്സസ് ഈസ് കമ്മ്യൂട്ടേറ്റീവ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, അഡിഷൻ ഓഫ് മെട്രിക്സസ് ഈസ് അസോസിയേറ്റീവ്.
മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് സബ്ട്രാക്ഷൻ ഓഫ് മെട്രിസസ് ഈസ് നോൺ കമ്മ്യൂട്ടേറ്റീവ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് സബ്ട്രാക്ഷൻ ഓഫ് മെട്രിസസ് ഈസ് നോൺ അസോസിയേറ്റീവ്. ഇതിൽ ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റ്? ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്നതല്ല ശരിയാണ്. വേണമെങ്കിൽ ഓപ്ഷനിൽ അല്ല സ്റ്റേറ്റ്മെന്റിൽ അഡിഷൻ ഓഫ് മെട്രിസസ് ഈസ് നോൺ കമ്മ്യൂട്ടേറ്റീവ് അല്ലെ, അഡിഷൻ ഓഫ് മെട്രിസസ് ഈസ് നോൺ അസോസിയേറ്റീവ്, ഇങ്ങനെ പലതരത്തില് തിരിച്ചും മറിച്ചും ഒക്കെ കൊടുക്കാം. അങ്ങനെ കൊടുക്കുമ്പോൾ അതിൽ ഏതാണ് ശരി, ഏതാണ് തെറ്റ്? അപ്പൊ അത് പറയണമെന്നുണ്ടെങ്കിൽ എന്താണ് കമ്മ്യൂട്ടേറ്റീവ്, ഇവിടെ ഉദ്ദേശിക്കുന്ന ഇറ്റ് ഈസ് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇറ്റ് ഈസ് അസോസിയേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, നോൺ കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, നോൺ അസോസിയേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് മനസ്സിലായി കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷെ എന്താണ് ഇവിടുത്തെ കമ്മ്യൂട്ടേറ്റിവിറ്റി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല എങ്കിൽ വെറുതെ നമ്മുടെ ഒരു മാർക്ക് പോകും. അതുകൊണ്ട് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതിനു മുമ്പ് എപ്പോഴും ഒരു ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. പി എസ് സി ആണോ മറ്റ് എക്സാമിന് ഇത് ചോദിച്ചിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് ചോദ്യമായിരുന്നു. പക്ഷെ കമ്മ്യൂട്ടേറ്റീവ് ആ പ്രോപ്പർട്ടി അറിയില്ലാത്തത് കൊണ്ട് മാത്രം ആൻസർ കിട്ടിയില്ല. അഡിഷൻ ഓഫ് മെട്രിസസ് ഈസ് കമ്മ്യൂട്ടേറ്റീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ മെട്രിസസ് എ പ്ലസ് ബി, എ എന്ന് പറയുന്ന മെട്രിക്സ് ആദ്യം എഴുതുന്നു, ബി എന്ന് പറയുന്ന മെട്രിക്സ് രണ്ടാമത് എഴുതുന്നു. എയും ബി എന്നുള്ള മെട്രിക്സ് ആണ്, മെട്രിക്സിലെ എലമെന്റ്സ് അല്ല. ക്യാപിറ്റൽ എ മെട്രിക്സ് എ, മെട്രിക്സ് ബി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാലും ഇനി ബി പ്ലസ് എ എന്ന് പറഞ്ഞ് ആഡ് ചെയ്ത് കഴിഞ്ഞാലും കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലെ. 2 + 3ഉം 3 + 2ഉം സെയിം തന്നെയല്ലേ. 2 + 3ഉം 3 + 2ഉം എന്താ കിട്ടുക? 5 തന്നെ കിട്ടുക. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും അങ്ങനെ തന്നെയാണ്. സോ ഇറ്റ് ഈസ് കമ്മ്യൂട്ടേറ്റീവ്. ഓക്കെ, കമ്മ്യൂട്ടേറ്റീവ്. അതേസമയം സബ്ട്രാക്ഷന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് നോൺ കമ്മ്യൂട്ടേറ്റീവ്. കാരണം എന്താണ്? എ മൈനസ് ബിയും ബി മൈനസ് എയും ഒന്നാണോ? ഫോർ എക്സാമ്പിൾ ഞാനൊരു മെട്രിക്സ് കൺസിഡർ ചെയ്യുകയാണ്. 2 1 0 0. ഇതൊരു മെട്രിക്സേ. ഇനി അടുത്തൊരു മെട്രിക്സ് 1 2 3 0. ഇതിൽ ആകെ ആദ്യത്തെ എലമെന്റ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ആദ്യത്തെ എലമെന്റ്സ് നോക്കുക. ഈ മെട്രിക്സ് ഞാൻ സബ്ട്രാക്ട് ചെയ്യുകയാണ്. ഇത് എ എന്ന് പറയുന്ന മെട്രിക്സ്, ഇത് ബി എന്ന് പറയുന്ന മെട്രിക്സ്. സോ ചെയ്യുന്ന സമയത്ത് റിസൾട്ട് ആയിട്ട് കിട്ടുന്ന മെട്രിക്സിന്റെ ആദ്യത്തെ എലമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 - 1 1 അല്ലെ. അതേസമയം ഞാൻ രണ്ടാമത്തെ മെട്രിക്സിൽ നിന്ന് ആദ്യത്തെ മെട്രിക്സ് സെപ്പറേറ്റ് ചെയ്താലോ? 1 - 2 -1. രണ്ട് ആൻസർ ആണ് കിട്ടുന്നത്. സോ എ മൈനസ് ബി നോട്ട് ഈക്വൽ ടു ബി മൈനസ് എ അല്ലെ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 2 - 1ഉം 1 - 2ഉം ഒന്നല്ലല്ലോ. അതുകൊണ്ട് ഇറ്റ് ഈസ് നോൺ കമ്മ്യൂട്ടേറ്റീവ്. ഓക്കെ, അഡിഷൻ ഓഫ് മെട്രിസസ് ഈസ് അസോസിയേറ്റീവ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? എ പ്ലസ് ബ്രാക്കറ്റ്സിൽ ബി പ്ലസ് എന്ന് എഴുതി കഴിഞ്ഞാൽ, അഥവാ 2 + 3 + 5ഉം 2 + 3 + 5ഉം ഒന്ന് തന്നെയല്ലേ. ഞാൻ പറയാം, 2 + 3 + 5 അല്ലെ. ഇത് ബ്രാക്കറ്റിൽ ഇടുന്നു, ഈക്വൽ ടു 2 + 3 + 5 അല്ലെ. രണ്ടും ഈക്വൽ അല്ലേ, വ്യത്യാസമൊന്നുമില്ലല്ലോ, സിമ്പിൾ അല്ലേ. സോ അഡിഷൻ ഓഫ് മെട്രിസസ് ഈസ് അസോസിയേറ്റീവ്. ഓക്കെ, സബ്ട്രാക്ഷനോ നോൺ അസോസിയേറ്റീവ് ആണല്ലേ. കാരണം എന്താണ്? നോക്കിക്കേ, എ മൈനസ് ബി മൈനസ് സി നോട്ട് ഈക്വൽ ടു എ മൈനസ് ബി മൈനസ് സി. വേണമെങ്കിൽ ഈ എക്സാമ്പിൾ തന്നെ എടുത്ത് ചെയ്തു നോക്കാം. ഇവിടെ പ്ലസ് എന്നുള്ളത് മാറ്റിയിട്ട് മൈനസ് ആക്കുക. ഞാനിപ്പോൾ ഒരു എലമെന്റ് വെച്ചിട്ടാണ് പറയുന്നത്. മെട്രിക്സ് കംപ്ലീറ്റ് ആയിട്ട് ഒരുമിച്ച് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ആൻസർ ആയിട്ട് കിട്ടുക. 2 - 3 - 5 അല്ലെ, നോട്ട് ഈക്വൽ ടു 2 - 3 - 5. എന്താ നോക്കുക, ഇവിടെ 2 എന്ന് കിട്ടും. 2 - 5, 3 - 5 എത്രയാണ്? -2. അപ്പൊ 2 - -2 എന്നുള്ളത് എത്രയാണ്? 2 - -2 അല്ലെ. 2 - -2 എന്ന് എഴുതാൻ പറ്റി ഇവിടെ. സോ 2 - -2 എത്രയാണ് ആൻസർ ആയിട്ട് കിട്ടുക? 4 ആണല്ലോ വരിക. അത് 4 ആണ് വരിക. അതേസമയം ജസ്റ്റ് 4 എന്നൊന്ന് മാർക്ക് ചെയ്യാം. അതേസമയം റൈറ്റ് ഹാൻഡ് സൈഡിലാണെങ്കിലോ 2 - 3 എത്ര വരുന്നത്? -1 അല്ലെ. -1 -1 - 5 എത്രയാണ്? -6 -6. 4 not equal to -6. So subtraction of matrices is non-associative. Not associative. ഇതൊന്ന് മനസ്സിലാക്കിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് തന്നെയാണ്. ഇനി അടുത്തത് 2 പോയിന്റ്സ് കൂടിയുണ്ട്. എന്തൊക്കെയാ പറയുന്നത്? ഓർഡർ ഓഫ് മെട്രിസസ്. ഓർഡർ ഓഫ് മെട്രിസസ് എന്താ പറയുന്നത്? നമ്മൾ ഇങ്ങനെ സബ്ട്രാക്ഷനും അഡീഷനും ഒക്കെ ചെയ്യുന്ന സമയത്ത് എയും ബി എന്നുള്ള മെട്രിക്സിന്റെ
സബ്ട്രാക്ഷനും അഡീഷനും ചെയ്യുന്ന സമയത്ത് എയുടെയും ബിയുടെയും എ മൈനസ് ബിയുടെയും എ പ്ലസ് ബിയുടെയും എല്ലാം തന്നെ ഓർഡർ എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. അഥവാ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും സെയിം ആയിരിക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാത്ത പക്ഷം നമുക്ക് ഇങ്ങനെ അഡീഷനും സബ്ട്രാക്ഷനും ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി അതുപോലെ തന്നെ എയുടെയും ബിയുടെയും ഓർഡർ ഡിഫറെന്റ് ആണെങ്കിൽ എ പ്ലസ് ബിയും എ മൈനസ് ബിയും നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ കാണിച്ചു തരാം. നോക്കുക, ഇവിടെ 1, ഇവിടെ 2. ഓക്കെ, രണ്ട് മെട്രിക്സ് ആണ്. രണ്ട് മെട്രിക്സ് തമ്മിൽ എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും? കാരണം ആദ്യത്തെ മെട്രിക്സിൽ ഒരു തേർഡ് കോളം ഇല്ല അല്ലേ? അപ്പൊ ജസ്റ്റ് നമുക്ക് അവിടെ 0 ആ കോളത്തിന് അവിടെ 0 ആയിരിക്കുമെന്ന് നിഗമനം നടത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. മെട്രിക്സ് തിയറിയിൽ അത് പാടില്ല. സോ ഇതെല്ലാം തന്നെ സെയിം ഓർഡർ ആണെങ്കിൽ മാത്രമേ നമുക്ക് സബ്ട്രാക്ഷനും അഡിഷനും എല്ലാം തന്നെ സാധിക്കുകയുള്ളൂ. ഓക്കെ, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. എന്താണ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനിൽ ഉദ്ദേശിക്കുന്നത്? ഒരു സ്കെയിലാറും ഒരു മെട്രിക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് കിട്ടുക? അപ്പോൾ എന്താണ് ഒരു സ്കെയിലാർ? ജസ്റ്റ് ഒരു നമ്പർ കേട്ടോ. ഫോർ എക്സാമ്പിൾ 6 എന്ന് പറയുന്ന ഒരു സ്കെയിലാർ ആണ്. മെട്രിക്സ് ആയിട്ട് നമുക്ക് ഇവിടെ എ എന്ന് പറയുന്ന മെട്രിക്സിനെ കൺസിഡർ ചെയ്യാം. അങ്ങനെയെങ്കിൽ k ഇൻറ്റു എ എന്തായിരിക്കും കിട്ടുക? അഥവാ 6 ഇൻറ്റു എ എന്ന് പറയുന്ന മെട്രിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഈ ഒരു റിസൾട്ട് കിട്ടും. ഇതെങ്ങനെ ചെയ്യുന്നത്? വളരെ സിമ്പിൾ ആണ്. എ എന്ന് പറയുന്ന മെട്രിക്സിലെ ഓരോ എലമെന്റ് എടുക്കുക. മൊത്തം 4 എലമെന്റ്സ് ഇവിടെ ഉണ്ടല്ലേ? 4 എലമെന്റ്സ് ഇവിടെ ഉണ്ട്. ആദ്യത്തെ എലമെന്റ് 1 ഇൻറ്റു 6 ചെയ്യുന്നു, അഥവാ 1 ഇൻറ്റു കെ ചെയ്യുന്നു. 2 ഇൻറ്റു കെ അഥവാ 2 ഇൻറ്റു 6. 0 ഇൻറ്റു കെ അഥവാ 0 ഇൻറ്റു 6. അതുപോലെ തന്നെ -3 ഇൻറ്റു 6. കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് നോക്കുക. ഇവിടെ 6 കിട്ടി, ഇവിടെ 12 കിട്ടി, ഇവിടെ 0 കിട്ടി, ഇവിടെ -18 കിട്ടി. ഇങ്ങനെയാണ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ മെട്രിക്സ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. കോൺസെപ്റ്റ് സിമ്പിൾ ആണെങ്കിലും പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. മെട്രിക്സ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സസ് ഈസ് അസോസിയേറ്റീവ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് നൽകിയിട്ട് അതിലേതൊക്കെയാണ് ശരിയായിട്ടുള്ള ഉത്തരം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാനായിട്ട് സാധിക്കേണ്ടതുണ്ട്. ഓക്കെ, നോക്കുക, എന്താണ് നമുക്ക് ആദ്യം കൺസിഡർ ചെയ്യേണ്ടത്? എയും ബി എന്ന് പറയുന്ന മെട്രിക്സസ് നമുക്ക് കൺസിഡർ ചെയ്യാം. രണ്ട് മെട്രിക്സുകളെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. സെയിം ഓർഡർ ആയിരിക്കണം, അഥവാ രണ്ടിന്റെയും നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും സെയിം ആയിരിക്കണം. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് ഡിഫൈൻ ചെയ്യാം. ആദ്യത്തെ പ്രോപ്പർട്ടി എന്താണ്? എയും കെ എന്ന് പറയുന്നത് ഒരു സ്കെയിലർ ആണ് കേട്ടോ. എയും കെയും എന്താണ്? സെയിം ഓർഡർ ആയിരിക്കും. അതായത് എയുടെ ഡയമെൻഷൻ എന്താണോ അത് തന്നെയായിരിക്കും കെയുടെ ഡയമെൻഷൻ. എയുടെ ഡയമെൻഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ നേരത്തെ റോ ബൈ കോളം എന്ന് എഴുതിയിരുന്നില്ലേ? നമ്പർ ഓഫ് റോസ് ബൈ കോളം അല്ലെ? ഇൻറ്റു നമ്പർ ഓഫ് റോസ് ഇൻറ്റു കോളംസ് എന്ന് എഴുതിയില്ലേ? അതാണ് ഡയമെൻഷൻ. സോ എന്റെ ഡയമെൻഷനും കെ എ എന്ന് പറയുന്ന റിസൾട്ട് ആയിട്ട് കിട്ടുന്ന മെട്രിക്സിന്റെ ഡയമെൻഷനും എന്തായിരിക്കും, അല്ലെങ്കിൽ ഓർഡറും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഡയമെൻഷൻ അല്ല, ഓർഡർ. അതാണ് യൂസ് ചെയ്യേണ്ട എക്സാക്റ്റ് വേർഡ്. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എക്സാമ്പിൾ നേരത്തെ കൺസിഡർ ചെയ്ത് തന്നെയാണ്. ഓക്കെ, മറ്റൊന്ന് നോക്കുക. മെട്രിക്സ് സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആണ്. സോ എന്താണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ നോക്കുക, കെ ഇൻറ്റു എയും എ ഇൻറ്റു കെയും എന്താണ്? സെയിം തന്നെയാണ്. സോ നമുക്ക് പറയാൻ സാധിക്കുന്നു മെട്രിക്സ് സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. മെട്രിക്സ് സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. ഓക്കെ, കെ ഇൻറ്റു എയും എ ഇൻറ്റു കെയും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുന്നു മെട്രിക്സ് സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. ഇനി മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിലേക്ക് കടക്കുമ്പോൾ, അതായത് രണ്ട് മെട്രിക്സുകൾ തമ്മിൽ നമ്മൾ ഇത്തരത്തിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സും ബി എന്ന് പറയുന്ന മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് ഈസ് നോട്ട് ഓൾവേസ് ഈക്വൽ ടു ബി എ. എ ബി ഈസ് ഈക്വൽ ടു ബി എ എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കില്ല. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിലേക്ക് വരുമ്പോൾ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷനിൽ സാധിക്കും, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ അത് സാധിക്കില്ല. മെട്രിക്സ് സ്കെയിലർ മൾട്ടിപ്ലിക്കേഷനിൽ അത് സാധിക്കും. ദിസ് ഈസ് നോട്ട് ഓൾവേസ് ഈക്വൽ. ഓക്കെ, ഇവിടെ അത് ഈക്വൽ ആണ്. സ്കെയിലർ മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ അത് ഈക്വൽ ആണ്. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി. ഓക്കെ, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് ആൻഡ് സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. ഇനി അടുത്തൊരു പ്രോപ്പർട്ടി നോക്കുക, അസോസിയേറ്റീവ്. Scalar multiplication of matrices is associative. Scalar multiplication of matrices is associative. AB into A is equal to A into BA എന്ന് എഴുതുവാനായിട്ട് സാധിക്കും. So it is
അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഇങ്ങനെയാണ് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. ഇനി ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എങ്ങനെയാണ് ഇവിടെ വരിക? എയും ബി എന്ന് പറയുന്ന രണ്ട് മെട്രിക്സുകൾ ഉണ്ട് എന്ന് കരുതുക. അല്ലെങ്കിൽ കോമൺ ആയിട്ട് നമുക്ക് ഒരു ബ്രാക്കറ്റ് ഇട്ട് എ പ്ലസ് ബി എന്ന് എഴുതുന്നു, എന്നിട്ട് കെ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? കെ എ പ്ലസ് കെ ബി തന്നെയായിരിക്കും. കെ എ എന്ന ഒരു സ്കെയിലർ മൾട്ടിപ്ലിക്കേഷനും മറ്റൊരു മൾട്ടിപ്ലിക്കേഷൻ തന്നെ കെ ബി സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ, ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് കെ ഇൻറ്റു എ പ്ലസ് ബി ആണ്. ഇതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഓഫ് സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ. ഇനി മറ്റൊരു രീതിയിലും ആ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. എ ഇൻറ്റു എ പ്ലസ് ബി which is equal to a into a plus a into b. അതല്ലെങ്കിൽ സ്മോൾ a into a plus b into a. ഇങ്ങനെ എഴുതുവാനായിട്ട് സാധിക്കും. This is the distributive property. ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഈ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി തന്നെയാണ്. ഓക്കെ, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി തന്നെയാണ്. ഇത് നോട്ട് ചെയ്ത് വെക്കേണ്ടതുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിലേക്ക് കടക്കാം. എന്താണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ നമ്മൾക്ക് വരുന്നത്? രണ്ട് മെട്രിക്സുകൾ തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുവാനായിട്ട് പോവുകയാണ്. അതിനു വേണ്ടിയിട്ട് നമുക്ക് എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. എയും ബി എന്ന് പറയുന്ന രണ്ട് മെട്രിക്സുകളാണ്. ആദ്യത്തെ മെട്രിക്സ് എ, രണ്ടാമത്തെ മെട്രിക്സ് ബി. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് എ എന്ന് പറയുന്ന മെട്രിക്സിനെയും ബി എന്ന് പറയുന്ന മെട്രിക്സിനെയും രണ്ട് രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. എ ഇൻറ്റു ബിയും ബി ഇൻറ്റു എയും. അതെങ്ങനെ ശരിയാവുന്നത്? എ ഇൻറ്റു ബിയും ബി ഇൻറ്റു എയും ശരിയാണോ? എപ്പോഴും ഈക്വൽ ആണോ? അല്ല, അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എപ്പോഴും ഈക്വൽ അല്ല. സോ എ ആൻഡ് ബി തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ആണോ ആദ്യം, ബി ആണോ ആദ്യം? വളരെ ഇമ്പോർട്ടന്റ് ആണ്. എ ആണോ ആദ്യം, ബി ആണോ ആദ്യം? കാരണം എ ബിയുടെ ഉത്തരവും ബി എയുടെ ഉത്തരവും രണ്ടും രണ്ടായിരിക്കും. ഓക്കെ, അത് ഈക്വൽ ആകുന്ന സാഹചര്യം ഉണ്ടാവാറില്ല എപ്പോഴും. ഇടയ്ക്ക് ഉണ്ടാകും, അത് എപ്പോഴാണ് നമുക്ക് പിന്നീട് കാണാവുന്നതാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ എയോ ബിയോ സീറോ ആയി കഴിഞ്ഞാൽ, എയോ ബിയോ സീറോ മെട്രിക്സ് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? എ ബി എന്ന് പറയുന്നത് സീറോ ആണ്, ബി എ എന്ന് പറയുന്നത് സീറോ ആണ്. സോ ആ ഒരു സമയത്ത് മാത്രം എ ബി is equal to ബി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലേ? പറയാൻ സാധിക്കും. ഓക്കെ, സോ അതുകൊണ്ടാണ് പറയുന്നത് ജനറലി നമുക്ക് പറയാൻ സാധിക്കില്ല എ ബി is equal to ബി എ എന്ന്. ഇവിടെ എ ആണോ ആദ്യം, ബി ആണോ ആദ്യം എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഡയമെൻഷൻ അല്ലെങ്കിൽ ഓർഡർ, എയുടെയും ബിയുടെയും ഡയമെൻഷൻ അല്ലെങ്കിൽ ഓർഡർ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. എയുടെ ഓർഡർ എന്ന് പറയുന്നത് എം ബൈ എന്നും ബിയുടെ ഓർഡർ എന്ന് പറയുന്നത് എൻ ബൈ പിയും ആണെങ്കിൽ എ ബിയുടെ ഓർഡർ എന്ന് പറയുന്നത് എം ബൈ പി ആയിരിക്കും. ഇതെങ്ങനെ വന്നത്? ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്, ഓക്കെ, രണ്ട് മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ടുള്ള ഫസ്റ്റ് കണ്ടീഷൻ. ആഡ് ചെയ്യാനായിട്ട് സബ്ട്രാക്ട് ചെയ്യാനായിട്ടും സെയിം ഓർഡർ ആയിരിക്കണം രണ്ട് മെട്രിക്സ് എന്ന് പറഞ്ഞല്ലേ. ഇവിടെ സെയിം ഓർഡർ ആകണമെന്നില്ല, പക്ഷേ ചില കാര്യങ്ങൾ സെയിം ആയിരിക്കണം. അതായത് ആദ്യത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസ് അതാണ് രണ്ടാമതായിട്ട് വരിക അല്ലെ. ആദ്യത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസ് അതാണ് n അല്ലെ. സോ ഈ n-ഉം അതുപോലെ തന്നെ രണ്ടാമത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും അത് രണ്ടും സെയിം ആയിരിക്കണം. അത് സെയിം ആണെങ്കിൽ മാത്രമേ നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആവുകയുള്ളൂ. അത്തരം സാഹചര്യത്തിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും എങ്ങനെ എ എന്ന് പറയുന്ന മെട്രിക്സും ബി എന്ന് പറയുന്ന മെട്രിക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എ ബി കണ്ടു കഴിഞ്ഞാൽ ആ എ ബിയുടെ ഡയമെൻഷൻ അല്ലെങ്കിൽ ഓർഡർ എന്ന് പറയുന്നത് എം പി ആണ്. എം എങ്ങനെയാ വന്നത്? ആദ്യത്തെ അതിൽ ലെഫ്റ്റ് സൈഡിലുള്ള മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും ബിയുടെ നമ്പർ ഓഫ് കോളംസും അത് രണ്ടും വെച്ചിട്ടാണ് എ ബിയുടെ ഡയമെൻഷൻ അല്ലെങ്കിൽ ഓർഡർ നമുക്ക് കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കുക. ഇതെല്ലാം തന്നെ വളരെ എലിമെന്ററി ആയിട്ടുള്ള നോളജ് ആണ് മെട്രിക്സ് തിയറിയിൽ അല്ലെങ്കിൽ ലീനിയർ അൽജിബ്രയിൽ. ഇനി മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. വളരെ സിമ്പിൾ ആണ്. ഒരു എക്സാമ്പിൾ ഇവിടെ എടുത്തിരിക്കുകയാണ്. ആദ്യത്തെ ഒരു മെട്രിക്സ്, രണ്ടാമത്തെ മെട്രിക്സ്. ഇവിടെ ഡയമെൻഷൻ സെയിം ആണോ? അല്ല, ഡയമെൻഷൻ ചെക്ക് ചെയ്യാവോ? ഡയമെൻഷൻ സെയിം ആണോ എന്നല്ല, സെയിം അല്ല ഡയമെൻഷൻ അല്ലേ. ഒരു മെട്രിക്സിന്റെ ഡയമെൻഷൻ എന്താണ്? ആദ്യത്തെ മെട്രിക്സിന്റെ ഡയമെൻഷൻ എന്നുള്ളത് 2/3. രണ്ടാമത്തെ മെട്രിക്സിന്റെ ഡയമെൻഷൻ എന്നുള്ളത് എന്താണ്? 3/2. ഇവിടെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണോ നോക്കുക. പോസിബിൾ ആണോ നോക്കാനായിട്ട് ഈ നടുക്കുള്ള രണ്ടും സെയിം ആണോ നോക്കുക. ഇത് സെയിം ആണെങ്കിൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണ്. അതുപോലെ തന്നെ ആൻസർ ആയിട്ട് കിട്ടുന്ന ആ റിസൾട്ട് ആയിട്ട് കിട്ടുന്ന ആ ഒരു മെട്രിക്സിന്റെ ഡയമെൻഷൻ എന്നുള്ളത് എന്തായിരിക്കും? 2/2 ആയിരിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്, എലിമെന്ററി ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ഈ കോൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഓക്കെ, അങ്ങനെയെങ്കിൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ്? ആദ്യത്തെ മെട്രിക്സിന്റെ ഫസ്റ്റ് റോ എടുക്കുന്നു, രണ്ടാമത്തെ മെട്രിക്സിന്റെ ഫസ്റ്റ് കോളം എടുക്കുന്നു. ആദ്യത്തെ മെട്രിക്സിന്റെ ഫസ്റ്റ് റോയും സെക്കൻഡ് മെട്രിക്സിന്റെ ഫസ്റ്റ് കോളവും എടുക്കുന്നു. എന്നിട്ട് ആ എലമെന്റ്സ് തമ്മിൽ ഡോട്ട് പ്രൊഡക്റ്റ് കാണുന്നു. ഡോട്ട് പ്രൊഡക്റ്റ് എന്താണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. നോക്കുക, 1 2 3
1 2 3 എന്ന് എഴുതുന്നു. അടുത്തൊരു സെറ്റ് 7 9 11 എഴുതുന്നു. രണ്ട് സെറ്റിന്റെയും ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഫസ്റ്റ് എലമെന്റ് നോക്കുക, 1 into 7 plus 2 into 9 plus 3 into 11. റിസൾട്ട് ആയിട്ട് കിട്ടുന്നത് 52. അങ്ങനെയാണ് നമുക്കിവിടെ 52 എന്ന് കിട്ടിയത്. ഓക്കെ, ഇതുപോലെ നമ്മൾക്ക് മറ്റ് വാല്യൂസും കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. സോ ആദ്യത്തെ വാല്യൂ 52 എന്ന് കണ്ടുപിടിച്ചു. ഇനി രണ്ടാമത്തെ വാല്യൂ തന്നെ കണ്ടുപിടിക്കുന്നു. സെയിം പ്രൊസീജിയർ തന്നെ. പക്ഷെ ഇപ്രാവശ്യം രണ്ടാമത്തെ മെട്രിക്സിലെ ആദ്യത്തെ കോളത്തിന് പകരമായിട്ട് രണ്ടാമത്തെ കോളം നമ്മൾ എടുക്കുന്നു. അങ്ങനെയാണ് റിസൾട്ട് ആയിട്ട് കിട്ടുന്ന മെട്രിക്സിലെ ആദ്യത്തെ റോയിലെ രണ്ടാമത്തെ കോളത്തിന് ആൻസർ കിട്ടുന്നത്. നോക്കുക, ആദ്യത്തെ റോയിലെ രണ്ടാമത്തെ കോളം. അപ്പോൾ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഒന്നുകൂടി പറയാം. ഈ 64 എന്ന് കിട്ടിയിരിക്കുന്ന ആൻസർ എവിടെയായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്? ഞാൻ മാർക്ക് ചെയ്യാം അല്ലെ. ഈ ഒരു സ്പേസിന്റെ അല്ലെങ്കിൽ ഇവിടെയുള്ള ഒരു എലമെന്റിന്റെ പ്രത്യേകത എന്താണ്? ആദ്യത്തെ റോയിലെ ഞാൻ മാർക്ക് ചെയ്ത് നോക്കുക. ആദ്യത്തെ റോയിലെ രണ്ടാമത്തെ കോളം നോക്കാം. 8 10 എന്നുള്ളത് രണ്ടാമത്തെ കോളം. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയത്? 64 എന്ന ആൻസർ കിട്ടിയത്. നോക്കുക, ആദ്യത്തെ റോയിലെ എലമെന്റ്സ് എന്തൊക്കെയാണ്? 1 2 3. 1 2 3യും 8 10 11 തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ്. 1 into 8 plus 2 into 10 plus 3 into 12 എത്ര കിട്ടുന്നു? 64 കിട്ടുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾക്ക് ഈ ഒരു രണ്ടാമത്തെ ഇവിടെ എന്താ കിട്ടുന്നത്? ഇവിടെ 0 എന്നല്ല. രണ്ടാമത്തെ റോയിലെ നോക്കുക, രണ്ടാമത്തെ റോയിലെ ആദ്യത്തെ കോളം എങ്ങനെ കണ്ടുപിടിക്കുന്നു? 4 into 7 plus 5 into 9 plus 6 into 11. ആൻസർ നമുക്ക് കിട്ടും കേട്ടോ. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ആൻസർ കിട്ടുന്നതാണ്. അടുത്ത ഈ രണ്ടാമത്തെ റോയിലെ രണ്ടാമത്തെ കോളത്തിന്റെ വാല്യൂ നമുക്ക് ഇതുപോലെ തന്നെ ഡോട്ട് പ്രൊഡക്റ്റ് വെച്ച് കിട്ടുന്നതാണ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് കൂടി ഒന്ന് ചെയ്തു നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആയിട്ട് ഇവിടെ ഒരു മെട്രിക്സ് ലഭിക്കുന്നതാണ്. 58 64 139 154. ഓക്കെ, സോ ഇതിനൊരു മെട്രിക്സ് നമ്മൾ ലഭിച്ചിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ തരട്ടെ. ഇതൊന്ന് തിരിച്ചിട്ട് നോക്കുക. ഓക്കെ, ഈ മെട്രിക്സ് റൈറ്റ് സൈഡിലും ഈ മെട്രിക്സ് ലെഫ്റ്റ് സൈഡിലും. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതിന് പോസിബിൾ ആണെങ്കിൽ ആൻസർ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഇനി കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു മൾട്ടിപ്ലിക്കേഷൻ ആണ്. 1/3 എന്ന് പറയുന്നതാണ് ലെഫ്റ്റ് സൈഡിലെ മെട്രിക്സിന്റെ 1/3 ആണ് ലെഫ്റ്റ് സൈഡിലെ മെട്രിക്സിന്റെ ഓർഡർ. എന്നാൽ 3/1 ആണ് റൈറ്റ് സൈഡിലെ മെട്രിക്സിന്റെ ഓർഡർ. അങ്ങനെയെങ്കിൽ നമുക്ക് റിസൾട്ട് ആയിട്ട് കിട്ടുന്നത് നോക്കുക. ഇവിടെ പോസിബിൾ ആണ് മൾട്ടിപ്ലിക്കേഷൻ, പോസിബിൾ ആണല്ലേ 3യും 3യും. അങ്ങനെ റിസൾട്ട് ആയിട്ട് കിട്ടുന്ന ആ ഒരു മെട്രിക്സ് എന്ന് പറയുന്നത് 1/1 ആയിരിക്കും അല്ലെ. 1/1 ആണ്. അവിടെ 32 എന്ന് ഇട്ടിരിക്കുന്നു. സോ 32 എഴുതി കഴിഞ്ഞാൽ അതൊരു മെട്രിക്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്? ഇവിടെ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. ആകെ ഇത് മാത്രമേ ഉള്ളൂ. സോ 1 into 4 plus 2 into 5 plus 3 into 6 ആൻസർ 32 എന്ന് കിട്ടുന്നു. ഇനി ഇതേ ക്വസ്റ്റ്യൻ ഒന്ന് തിരിച്ചിട്ട് നോക്കിയേ. അപ്പോൾ കിട്ടുന്നത് ഇതിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ളൊരു ആൻസർ ആയിരിക്കും. 3/1 അതുപോലെ തന്നെ 3 അതായത് 4 5 6 എന്നുള്ള ഈ ഒരു മെട്രിക്സ് ലെഫ്റ്റ് സൈഡിലും 1 2 3 എന്ന് പറയുന്ന മെട്രിക്സ് റൈറ്റ് സൈഡിലും വന്നു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ഒരു ആൻസർ ആണോ കിട്ടുക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നോക്കാം. ഇനി നോക്കുക, 3/1ഉം 1/3. 3/1 ഓർഡറുള്ള മെട്രിക്സ് ആണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. 1/3 ഓർഡറുള്ള മെട്രിക്സ് ആണ് രണ്ടാമത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ റിസൾട്ട് ആയിട്ട് കിട്ടുന്ന മെട്രിക്സ് 3/3 മെട്രിക്സ് ആയിരിക്കും. സോ അവിടെ 9 വാല്യൂസ് കണ്ടുപിടിക്കണം. 9 വാല്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യത്തെ വാല്യൂ തന്നെ കണ്ടുപിടിക്കും. ആദ്യത്തെ വാല്യൂ 4 into 1 എന്നാണ് വന്നിരിക്കുന്നത്. അതെങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഈ 4 into 1 എന്നുള്ളത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ് ആണ്. നോക്കുക, ഇവിടെ ഫസ്റ്റ് റോയിൽ 4 മാത്രമേ ഉള്ളൂ, ഫസ്റ്റ് കോളത്തിൽ 1 മാത്രമേ ഉള്ളൂ. 4 into 1 എത്ര കിട്ടുന്നു? 4 എന്ന് കിട്ടുന്നു. ഓക്കെ, ഞാൻ ഒന്ന് റേസ് ചെയ്യാം. ഇവിടെ ഏതാണ് റോ കോളം എന്നൊക്കെ ചിലർ കൺഫ്യൂഷൻ വന്നേക്കാം. ഓക്കെ, സ്വാഭാവികമാണ്. നോക്കുക, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എന്ത് കിട്ടി? 4 into 1 അഥവാ 4. ഇനി ഫസ്റ്റ് റോ, കാരണം കോളംസ് കഴിഞ്ഞിട്ടില്ല, നമുക്ക് കോളംസ് നോക്കാം. അതുകൊണ്ട് വീണ്ടും ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, അപ്പോൾ 4 into 2. ഫസ്റ്റ് റോ തേർഡ് കോളം, സോ 4 into 3. അങ്ങനെ നമ്മൾക്ക് ആ മെട്രിക്സിലെ ആദ്യത്തെ റോയിലെ എല്ലാ എലമെന്റ്സും കിട്ടിക്കഴിഞ്ഞു. സിമിലർലി ബാക്കി എലമെന്റ്സ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ,
ഇതിലെന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. നോൺ കമ്മ്യൂട്ടേറ്റീവ് ആണ്. മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് നോൺ കമ്മ്യൂട്ടേറ്റീവ്. എന്താണ് അർത്ഥമാക്കുന്നത്? എ ബി എപ്പോഴും ബി നോട് ഈക്വൽ അല്ല. എ ബി നോട്ട് ഈക്വൽ ടു ബി എ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നു. എ ബി നോട്ട് ഈക്വൽ ടു ബി എ ഓൾവേസ്. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. ഇനി ഡിസ്ട്രിബ്യൂട്ടിവിറ്റി എങ്ങനെയാണ് നോക്കുക. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എയും ബിയും സി എന്നുള്ളത് മെട്രിക്സസ് ആണെങ്കിൽ എ ഇൻറ്റു ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു എ ബി പ്ലസ് ബി സി എന്ന് എഴുതുവാനായിട്ട് സാധിക്കും. പക്ഷൊരു കാര്യമുണ്ട്, എയുടെയും ബിയുടെയും സിയുടെയും ഒക്കെ ഓർഡർ വെച്ചിട്ട് ചെക്ക് ചെയ്യണം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണോ എന്നുള്ളത്. അതാണ് എ ബി സി ആർ കോമ്പാറ്റിബിൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അസോസിയേറ്റിവിറ്റി. അസോസിയേറ്റിവിറ്റി എങ്ങനെയാണ് പറയാൻ സാധിക്കുക? എ ഇൻറ്റു ബി ഇൻറ്റു സിയും എ ഇൻറ്റു ബി ഇൻറ്റു സിയും. ഓക്കെ, എ ബി കാണുക, ഇൻറ്റു സി ചെയ്യുക, എ ഇൻറ്റു ബി സി ചെയ്യുക. ഓക്കെ, അങ്ങനെ ചെയ്തതിനു ശേഷം നമുക്ക് പറയാനായിട്ട് സാധിക്കും രണ്ടും തന്നെ ഈക്വൽ ആയിരിക്കും. അതാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയുടെ പറയുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പ്രോപ്പർട്ടി നോക്കുക. എ ഇൻറ്റു ബി, അതായത് നമുക്ക് എയും ബിയും വെച്ചിട്ട് എപ്പോഴും മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കുമോ രണ്ട് മെട്രിക്സ് വെച്ചിട്ട്? ആ ഒരു ഓർഡർ ഒക്കെ നോക്കണ്ടേ? ഓക്കെ, അപ്പോൾ അങ്ങനെ എ ഇൻറ്റു ബി പോസിബിൾ ആണെങ്കിൽ അതിനർത്ഥം ബി ഇൻറ്റു എ പോസിബിൾ ആണെന്നല്ല. ആ ഓർഡർ നോക്കുമ്പോൾ നമ്മൾക്കറിയാലോ എങ്ങനെ ചെക്ക് ചെയ്യേണ്ടെന്നുള്ളത്. ഇതെപ്പോഴും നമുക്ക് സാധിക്കണമെന്ന് നിർബന്ധം ഇല്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. താങ്ക് യു. ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റ് ഈ ജാനുവരി 10 ആരംഭിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഓൺലൈൻ കോച്ചിങ്ങിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പറയുകയാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഓൺലൈൻ കോച്ചിങ് ക്ലാസുകൾ ഈ വരുന്ന ജാനുവരി 10 ആരംഭിക്കുന്നത്. ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റിന്റെ ആപ്പിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസുകൾ ലഭ്യമാവുക. ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റിന്റെ ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. എല്ലാ ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. റെക്കോർഡഡ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാം. റെക്കോർഡ് ക്ലാസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. റെക്കോർഡ് ക്ലാസ്സിനോടൊപ്പം തന്നെ PDF നോട്ട്സും ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഇതിനോടൊപ്പം നമ്മുടെ സിലബസിലുള്ള ഓരോ ടോപ്പിക്കും ബേസ് ചെയ്തുകൊണ്ട് മോക്ക് ടെസ്റ്റുകളും ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എത്ര തവണ വേണമെങ്കിലും ഓരോ മോക്ക് ടെസ്റ്റും അറ്റംപ്റ്റ് ചെയ്യാം. അതുപോലെ നമ്മുടെ മെയിൻ എക്സാമിനോട് അടുത്തുള്ള ദിവസങ്ങളിലായിട്ട് മോഡൽ എക്സാമും ഉണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ ഈ ഒരു കോഴ്സിന്റെ ടോട്ടൽ ഫീ എന്ന് പറയുന്നത് 5,509 rupees ആണ്. നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പേ ചെയ്യാനുള്ള ഓപ്ഷനും ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 തസ്തികയിലേക്ക് മറക്കാതെ തന്നെ ജാനുവരി 29 മുൻപായിട്ട് അപ്ലൈ ചെയ്യുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു.